ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ 8 തസ്തികകൾ നികത്താൻ മന്ത്രിതല ചർച്ചയിൽ ധാരണയായത് മലയോരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. ആശുപത്രിയിൽ മാതൃശിശു വാർഡിനായി കെട്ടിടം പണിതിട്ട് വർഷങ്ങളായെങ്കിലും ഡോക്ടർമാർ ഇല്ലാഞ്ഞതിനാൽ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ 2 ഗൈനക്കോളജി തസ്തികയാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. മാതൃശിശു വാർഡിനായി തുടങ്ങിയ ലക്ഷങ്ങളുടെ ഉപകരണങ്ങളും നശിക്കുകയാണ്. കമ്മ്യൂണിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ 3 പോസ്റ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒഫ്താൽമോളജിസ്റ്റിന്റെ ഒഴിവുകളും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ 1 ഡോക്ടറുടെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ തസ്തികകളെല്ലാം നികത്താനുള്ള നടപടി ഉണ്ടാക്കാമെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ 3 സ്റ്റാർ സൗകര്യത്തോടെ നിർമ്മിക്കുന്ന പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിന്റെ നിർമ്മാണം ഇഴയുന്നതും യോഗത്തിൽ ചർച്ചയായി. കരാർ കാലാവധി തീരാൻ 6 മാസം പോലും ബാക്കിയില്ലെന്നിരിക്കെ പൂർത്തിയായത് 4/1 പ്രവൃത്തി മാത്രമാണ്. പേരാവൂർ MLA കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് മുൻകൈയെടുത്താണ് യോഗം വിളിച്ചു ചേർത്തത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ്കുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാജേഷ് എന്നിവരും സംബന്ധിച്ചിരുന്നു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.